യേശുവിൽ പ്രിയരെ, ധനഹാകാലം 3-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശു തൻ്റെ ജീവിതത്തെ, ദൈവിക സാന്നിധ്യത്തെ ലോകത്തിന് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ദിവസങ്ങളെല്ലാം. ഇന്ന് നമുക്ക് ഈശോ പറഞ്ഞു തരുന്ന വലിയ ഒരു സാക്ഷ്യമുണ്ട് ജീവിതത്തിൻ്റെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ, അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ്. അതിന് തൊട്ടു മുമ്പ് ഗലീല കടൽക്കരയിലൂടെ നടന്ന് അനേകരെ സൗഖ്യപ്പെടുത്തുന്ന ഈശോയുടെ സാന്നിധ്യം, നടന്നു പോകുന്ന വഴികളിലേക്ക് അനേകായിരങ്ങൾ അവനെ ആകർഷിച്ച് കടന്നു വന്നു എന്ന് പറയാം. അവിടെ തന്നെ രണ്ടാമത്തെ പ്രക്രിയ, ഈ കടന്നു വന്ന പലരും അവൻ്റെ വായിൽ നിന്നും അവൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനങ്ങൾ കേൾക്കുവാനും അവൻ നൽകുന്ന സൗഖ്യം സ്വന്തമാക്കുവാനുമാണ് അനേകായിരങ്ങൾ ഓടിക്കൂടിയത്. ആ ഒരു അത്ഭുതത്തിന് തൊട്ട് അടുത്താണ് ഈശോ പറയുക, അവൻ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. എങ്ങനെയാണ്? അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തു. മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തു. യേശുവിന് തിരഞ്ഞെടുക്കണമെങ്കിൽ അനേകം ജനക്കൂട്ടമുണ്ട് ചുറ്റുവട്ടത്ത്. അവനെ ഓരോരുത്തരെ ഇങ്ങനെ മാറ്റി നിർത്തിയാലും മതി. അതിനേക്കാൾ ഉപരിയായിട്ട് അവനൊരു തെരഞ്ഞെടുപ്പിന് മുമ്പേ, അവനൊരു പ്രക്രിയ ചെയ്യുന്നതിന് മുമ്പേ, അവൻ ലോകത്തിലേക്ക് തൻ്റെ ജീവിതത്തെ എന്നേക്കുമായി രൂപപ്പെടുത്തുന്നതിന് മുമ്പേ മലമുകളിലേക്ക് കയറി. മലമുകൾ സുവിശേഷം അനുസരിച്ച് ശാന്തതയുടെ ഇടമാണ്, ദൈവിക വെളിപ്പെടുത്തലുകളുടെ ഇടമാണ്, പിതാവുമായിട്ട് സംവദിക്കുന്നതിൻ്റെ ഇടമാണ്, പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ജനക്കൂട്ടത്തിന്റെ തിരക്കുകളിൽ നിന്നും, ഒരുപക്ഷെ നമ്മളൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒത്തിരി ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷേ അവൻ ചെയ്തത് മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തു. ആ ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് ഉയർന്നു നിന്നിട്ടാണ് ഒരു ക്രിസ്തീയ ജീവിതത്തെ മുഴുവൻ ഈശോ രൂപപ്പെടുത്തുക. പിന്നീട് ഇന്ന് വരെ ഈ ക്രിസ്തീയത നിലനിൽക്കുന്നത് യേശു തെരഞ്ഞെടുത്ത ഈ അപ്പസ്തോലന്മാരുടെ പിൻതലമുറയിലൂടെ ചേർന്ന് നിന്നിട്ടാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവൻ ചെയ്തത് തനിക്കിഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തു. അവർക്ക് നിയോഗിക്കപ്പെട്ട 3 കാര്യങ്ങൾ: തന്നോട് കൂടെ ആയിരിക്കുന്നതിനും, വചനം പ്രഘോഷിക്കുന്നതിനും, തിന്മയെ ബഹിഷ്കരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവൻ അവരെ തെരഞ്ഞെടുത്തത്. ഇതേ പ്രക്രിയയാണ് തൊട്ടു മുമ്പിലുള്ള വചനത്തിൽ ഈശോ കാണിച്ചു തരിക. അവൻ കടൽക്കരയിലൂടെ നടന്നു പോയപ്പോൾ അനേകര് അവനിലേക്ക് ആകർഷിച്ചു. കൂടെ ആയിരിക്കുക, അതാണ് ഒന്നാമത്തെ ഒരു ക്രിസ്തു ശിഷ്യന്റെ ദൗത്യം. നമ്മളൊന്നും വെറുതെ ഇങ്ങനെ ക്രിസ്ത്യാനിയായവരല്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ ഈശോ ഒത്തിരിയേറെ ഒരുങ്ങി ഇഷ്ടപ്പെട്ട് ഒരു ക്രിസ്ത്യാനിയാക്കിയതാണ്. നമ്മൾ വിചാരിക്കരുത് എൻ്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. അല്ല, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഈശോ വലിയൊരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നു, എൻ്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ടോ എൻ്റെ തലമുറകൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ അല്ല ഞാൻ ക്രിസ്ത്യാനിയായത്. എന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. എനിക്ക് വേണ്ടി ഈശോ ഒരുങ്ങുകയാണ്. ഈശോ 3 ദിനരാത്രങ്ങൾ കാൽവരിയിൽ ബലിയർപ്പിച്ചു എന്ന് പറയും. 3 ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ്. നമ്മൾ സമയത്തിനും കാലത്തിനും അധിപനായി ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് 3 ദിനരാത്രങ്ങൾ. നമ്മൾ യേശുവിനെ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം 3 ദിനരാത്രങ്ങൾ എന്നാൽ ഈ ഭൂമിയിൽ ഇന്ന് ജനിച്ചതും ജനിക്കാനിരിക്കുന്നതുമായ ഓരോ മനുഷ്യകുലത്തിനും വേണ്ടിയിട്ട് അവൻ ഈ 3 ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അന്ത്യമില്ലാത്ത 3 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ കാൽബലിയിൽ ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ആ കുഞ്ഞിനെ സ്വന്തമാക്കാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മലമുകളിൽ കയറി ആത്മീയതയുടെ അത്യുച്ച സ്ഥാനത്ത് പിതാവുമായി ആലോചിച്ചിട്ടാണ് ഞാനൊരു ക്രിസ്ത്യാനിയായത്. വെറുതെ ഞാനൊരു മാമോദീസയിൽ ക്രിസ്ത്യാനിയായതല്ല. എന്ന് പറഞ്ഞാൽ ഈശോ ആഗ്രഹിക്കാൻ, ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഈശോ വിളിച്ചത്, ഒരു ക്രിസ്ത്യാനിയാക്കിയത്, ഒരു ദൈവത്തിന്റെ ശിഷ്യനാക്കി മാറ്റിയത്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം, ഒന്നാമത്തെ ദൗത്യം, ഈശോ കടൽ തീരത്തോടെ നടന്നു പോയപ്പോൾ അനേകായിരങ്ങൾ അവനെ ആകർഷിച്ചു, അവന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചു. ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ദൗത്യവും ഇതാണ്, അവന്റെ കൂടെ ആയിരിക്കുക. നമ്മുടെ ദൗത്യവും അത് തന്നെ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ കൂടെ ആയിരിക്കുക. യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? അനേകായിരങ്ങൾ അവരിലേക്ക് ആകർഷിച്ചുകൊണ്ട്, വെറുതെ ഒരു ഭൗതികതയുടെ ആകർഷണമല്ല. ഈ മനുഷ്യൻ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയാണ്.
നമ്മുടെ സാന്നിധ്യം അനേകാര്യങ്ങൾക്ക് സന്തോഷമായി മാറുകയാണ്, അനേകാര്യങ്ങൾക്ക് വിടുതലായി മാറുകയാണ്, അനേകാര്യങ്ങൾക്ക് സൗഖ്യമായി മാറുകയാണ്. നമ്മുടെ സാന്നിധ്യം കൊണ്ട് അനേകര് സ്വർഗം നേടുകയാണ്. അതുകൊണ്ട് കൂടെയായിരിക്കുന്ന മനുഷ്യരാവുക. പലപ്പോഴും നമ്മുടെ സാന്നിധ്യങ്ങൾ മറ്റുള്ളവർക്ക് അരോചകത്വം ഒഴിവാക്കുകയാണ്. നമ്മുടെ അടുത്തുനിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുക. ഞാൻ ഉള്ളിടത്തുനിന്ന് മറ്റുള്ളവർ അകന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ദൈവിക സാന്നിധ്യം എൻ്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വെളിപാടുകൾ, ദൈവം വിളിച്ച വിളിക്ക് ഉത്തരം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് ചിന്തിക്കാനുള്ളത്, എനിക്ക് കൂടെയായിരിക്കാം, അത് എൻ്റെ ഈശോയുടെ കൂടെയായിരിക്കുക, ഒപ്പം മറ്റുള്ളവരുടെ കൂടെയായിരിക്കാൻ എനിക്ക് പറ്റുന്നു. രണ്ടാമത്തെ പ്രക്രിയ, ഈശോ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുക. എന്താണ്? കൂടെയായിരിക്കുക, പ്രസംഗിക്കുക. ഇതാണ് ഈശോ കടൽത്തീരത്തൂടെ വചനം പ്രസംഗിച്ച് നടന്നപ്പോഴാണ് അവനിലേക്ക് ആയിരങ്ങൾ ആകർഷിക്കപ്പെട്ടു. രണ്ടാമത്തെ നമ്മുടെ കടമ പ്രസംഗിക്കുക എന്ന് ഫ്രാൻസിസ് പറയുന്നുണ്ട്. നമ്മൾ പ്രഘോഷകരാണ്, പക്ഷേ ആവശ്യമെങ്കിൽ മാത്രമേ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കരുത് പുരോഹിതർക്ക് മാത്രമാണ് പ്രസംഗിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ കൃപ ലഭിച്ചിരിക്കുന്നത്. അല്ല, നമ്മളൊക്കെ പ്രഘോഷകരാണ്. ഓരോ ക്രിസ്ത്യാനിയും പ്രഘോഷകരാണ്. എന്താണ്? ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവരെല്ലാം പ്രഘോഷകരാണ്. യേശുവിന്റെ വചനം ജീവിക്കുന്നവരെല്ലാം പ്രഘോഷകരാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പറഞ്ഞത്, ആവശ്യമെങ്കിൽ മാത്രമേ വചനം ഉപയോഗിക്കേണ്ടതുള്ളൂ. ആവശ്യമെങ്കിൽ, അല്ലാതെ നമ്മളെ കണ്ട് നമ്മൾ പ്രഘോഷകരാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ സാന്നിധ്യങ്ങൾ പ്രഘോഷണമായി മാറണം. നമ്മുടെ സാന്നിധ്യങ്ങൾ വചനമായി മാറണം. വാക്കും വചനവും രണ്ടും രണ്ടാണ്. വാക്ക് ഒരുപക്ഷെ ജീവനില്ലാത്തതാണ്, വളരെയും കൊന്നുകളയും. വചനം ജീവൻ നൽകുന്നതാണ്. ഈശോയുടെ മേൽ, പരിശുദ്ധ അമ്മയുടെ മേൽ വചനം നിറഞ്ഞു, വചനം മാംസമായി ധരിച്ചു, മാംസം ജീവനുള്ളതായി, ആ ജീവൻ അനേകർക്ക് ജീവൻ കൊടുക്കുന്നു എന്നതാണ് പറയുക. അപ്പൊ നമ്മുടെ സാന്നിധ്യങ്ങൾ വചനമായി മാറട്ടെ, അനേകർക്ക് ജീവൻ കൊടുക്കുന്നത്. അതാണ് അപ്പസ്തോലന്മാർക്ക് കൊടുത്ത രണ്ടാമത്തെ ദൗത്യം. അതുകൊണ്ടാണ് അവരിലൂടെ, ഓരോ അപ്പസ്തോലന്മാരിലൂടെയും ഇന്നും സഭ ജീവിക്കാൻ കാരണം അവർ വചനമായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു നമുക്ക് കാണിച്ചിരുന്ന രണ്ടാമത്തെ ദൗത്യം വചനമായി മാറുക, യേശുവിൻ്റെ പ്രഘോഷകരായി മാറുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ദൗത്യമാണ് സൗഖ്യപ്പെടുത്തുക, തിന്മയെ ബഹിഷ്കരിക്കുക. അതാണ് ഈശോ കടൽ തീരത്തോടെ കടന്നുപോയപ്പോൾ അനേകരെ അവൻ സൗഖ്യപ്പെടുത്തിയപ്പോൾ അവരിൽ നിന്നും തിന്മ ഇറങ്ങിപ്പോയി എന്ന് പറയും. ശിഷ്യന്മാരുടെ ദൗത്യവും സൗഖ്യപ്പെടുത്തി തിന്മയെ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. ഓരോ വിശുദ്ധ മാമോദീസയിലൂടെ യേശുവിൻ്റെ സ്വന്തമായി എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു കൃപയാണ് തിന്മയെ ബഹിഷ്കരിക്കാനും ഉപേക്ഷിക്കാനുമുള്ള കൃപ. നമ്മൾ തിന്മയ്ക്ക് അടിമപ്പെട്ടാണോ ജീവിക്കുന്നത്? തിന്മയെ ബഹിഷ്കരിക്കാനുള്ള കൃപ നമുക്കുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. പലപ്പോഴും തിന്മ എന്നെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ വലിയ മനുഷ്യരാണ്, കൃപയുള്ള, ആത്മാവുള്ള, ദൈവത്തിന് അനുഗ്രഹമുള്ള മനുഷ്യരെ തിന്മ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് വലിയ പരാജയം, അധപതനമാണ്. അതുകൊണ്ട് അപ്പസ്തോലന്മാരെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, അവർ കരങ്ങൾ ഉയർത്തിയപ്പോഴും അവരുടെ സാന്നിധ്യങ്ങളിലൊക്കെ തിന്മ ഓടിപ്പോയെന്നാണ് പറയാം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ സാന്നിധ്യങ്ങളിൽ, നമ്മുടെ വചനങ്ങളിൽ, പ്രഘോഷങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളെ ലോകമാണോ ഭരിക്കുന്നത്? ദൈവമാണ്. ദൈവം ഭരിക്കുമ്പോൾ തിന്മയെല്ലാം ഓടിപ്പോകും. ലോകം ഭരിക്കുമ്പോൾ നമ്മൾ തിന്മയ്ക്ക് അടിമപ്പെട്ട മനുഷ്യരായി മാറുകയും. അതുകൊണ്ട് ഈ മൂന്ന് ചിന്തകളെ, ഒന്ന്, ഈശോ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ സാന്നിധ്യങ്ങൾ കൂടെയായിരിക്കുക, മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന സാന്നിധ്യമായിരിക്കും. കൂടെയായിരിക്കുന്ന സാന്നിധ്യങ്ങൾ, കൂട്ടായിരിക്കുന്ന സാന്നിധ്യങ്ങൾ, അത് വലിയ സാന്നിധ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ വചനമായി മാറുക, മറ്റുള്ളവർക്ക് ഒരു സാന്നിധ്യം, പ്രഘോഷണമായി മാറുക. മൂന്ന്, തിന്മയെ ബഹിഷ്കരിക്കാനുള്ള കൃപയുള്ള മനുഷ്യരായി മാറുക. നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിലും തിന്മ ഉപേക്ഷിച്ച് നമ്മുടെ സാന്നിധ്യങ്ങൾ തന്നെ അനേകർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമായി മാറുക. പ്രിയപ്പെട്ടവരെ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ ഉള്ളിലെ ദൈവം നമുക്ക് ലോകത്തിന് വെളിപ്പെടുത്താൻ കഴിയും. ഈ ധനകാലം വെളിപ്പെടുത്തലിൻ്റെ കാലമാണ്. ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു സഭയിൽ, നമ്മൾ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിലെ ഈ ദൈവിക സാന്നിധ്യം വെളിപ്പെടുത്തേണ്ടതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുക. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.